ദല്ലാൾ നന്ദകുമാറിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി ആലപ്പുഴയിലെ എൻഡിഎ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ ബിജെപി വിജയിക്കുമെന്ന ഐബി റിപ്പോർട്ട് പിണറായി വിജയനെ അസ്വസ്ഥനാക്കുന്നുവെന്നും അതാണ് പുതിയ ആരോപണങ്ങൾക്ക് പിന്നിലെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം ഭാരതീയ ജനതാ പാർട്ടി വിജയിക്കുമെന്നുള്ള ഐബിയുടെ റിപ്പോർട്ട് വന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാർക്ക് കേരളത്തിൽ പിണറായി വിജയൻ ത്രൂ മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. അതുകൂടാതെ എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് സമയത്ത് മാർക്സിസ്റ്റ് പാർട്ടി എടുക്കുന്ന ഒരു സർവേ റിപ്പോർട്ടുണ്ട്. ആ മാർക്സിസ്റ്റ് പാർട്ടി എടുത്ത സർവേ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലും ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ വിജയിക്കാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ട് അവരുടെ കമ്മിറ്റികൾക്ക് കിട്ടിയിരിക്കുകയാണ്. അതിനെ തുടർന്ന് എങ്ങനെയെങ്കിലും ശോഭാ സുരേന്ദ്രനെതിരെ ഒരു അഴിമതി ആരോപണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ച് അത് ആളുകൾക്കിടയിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്നുള്ള ഭഗീരഥ പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണ് പേര് പോലും ദല്ലാൾ എന്ന് കേരളം ചാർത്തിക്കൊടുത്തിട്ടുള്ള ഒരാൾ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് ശോഭാ സുരേന്ദ്രന് ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു പത്രസമ്മേളനം. തന്നെ സംശയത്തിന്റെ നിഴലിൽ നിർത്താനാണ് ദല്ലാൾ എന്നറിയപ്പെടുന്ന ആളുടെ ആരോപണമെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. CPM-ലെ കണ്ണൂരിലെ ഉന്നതനെ BJP-യിൽ എത്തിക്കുമെന്ന് പറഞ്ഞാണ് ദല്ലാൾ നന്ദകുമാർ താനുമായി സൗഹൃദം സ്ഥാപിക്കുന്നത്. പുതിയ ആളുകളെ BJP-യിൽ കൊണ്ടുവരാൻ വേണ്ടി ദേശീയ തലത്തിൽ രൂപീകരിച്ച 5-അംഗ സമിതിയിൽ താൻ അംഗമായിരിക്കുമ്പോഴാണ് ദല്ലാളിനെ പരിചയപ്പെടുന്നത്. പിന്നീട് തൃശൂരിൽ വെച്ച് കണ്ടപ്പോൾ തന്റെ ചേച്ചിയുടെ ഭർത്താവ് ക്യാൻസർ രോഗബാധിതനായ അവസ്ഥയിലായിരുന്നു. അന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. തന്റെ പേരിലുള്ള 8 സെന്റ് സ്ഥലം വാങ്ങാമെന്ന് പറഞ്ഞാണ് നന്ദകുമാർ 10 ലക്ഷം രൂപ നൽകിയത്. ഈ പണം അക്കൗണ്ട് വഴി മതിയെന്ന് പറയുകയും ചെയ്തു. എനിക്ക് വീട് വെക്കാൻ വേണ്ടി ഞാൻ വാങ്ങിയിട്ടുള്ള 8 സെന്റ് സ്ഥലം, അതിൽ മാവും പ്ലാവും ഒക്കെയുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലം, ആ 8 സെന്റ് സ്ഥലം കണ്ട് ഞാൻ പറയുകയാണ്, എൻ്റെ മൂത്ത ചേച്ചിയുടെ ഭർത്താവ് ക്യാൻസർ ബാധിതനായിട്ട് ആശുപത്രിയിൽ കിടക്കുന്ന സമയമാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ വലിയ പണക്കാരനല്ലേ, കാരണം ഇദ്ദേഹം വലിയ പൈസയുള്ള ആളാണ് എന്നാണ് പറയുന്നത്, നിങ്ങൾ വലിയ പൈസക്കാരനാണല്ലോ, ഈ 8 സെന്റ് സ്ഥലം നിങ്ങൾക്ക് കച്ചവടം ചെയ്യാൻ പറ്റുമോ ഞാൻ ചോദിച്ചു. 10 ലക്ഷം രൂപ ഇദ്ദേഹം എനിക്ക് അഡ്വാൻസായി തരുന്നത് പൊതിഞ്ഞ പണം തരാൻ ശ്രമിക്കുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങളത് ശോഭാ സുരേന്ദ്രൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ തരണം. സാധാരണ ഒരാൾ അനധികൃതമായിട്ട് ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുകയാണെങ്കിൽ അതെങ്ങനെയാണ് വാങ്ങുക? അത് രഹസ്യമായിട്ടല്ലേ ആളുകൾ വാങ്ങുക? എൻ്റെ SBI ബാങ്ക് അക്കൗണ്ടിലേക്ക് 10 ലക്ഷം രൂപ ഞാൻ വാങ്ങിയത് ഈ മനുഷ്യൻ എൻ്റെ 8 സെന്റ് സ്ഥലം വാങ്ങാൻ വേണ്ടിയിട്ടാണ്. MV ഗോവിന്ദന്റെ യാത്ര നടക്കുമ്പോൾ രാമനിലയത്തിൽ വെച്ചും ഉന്നത CPM നേതാവ് താനുമായി ചർച്ച നടത്തി. അന്ന് ആ നേതാവ് CPM പിളർത്തുമെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. പിന്നീട് CPM-ൽ നിന്ന് കുടുംബത്തിന് നേരെ ഭീഷണി വന്നതോടെയാണ് നേതാവ് പിന്മാറിയത്. പിണറായി വിജയനോളം തലപ്പൊക്കമുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവിനെ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർക്കാൻ അഖിലേന്ത്യാ തലത്തിൽ കൊണ്ടുവന്ന് ഞങ്ങളുടെ നാഷണൽ കമ്മിറ്റി ഓഫീസിൽ നിരങ്ങിയ ആളാണ് ദല്ലാൾ. ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയട്ടെ. മാർക്സിസ്റ്റ് പാർട്ടിയെ പിളർക്കാൻ ശ്രമം നടത്തുന്നു, നേതാവിനെ കൊണ്ടുവരുന്നു. തന്റെ ഭൂമി ആർക്കും ഇതുവരെ വിറ്റിട്ടില്ല. ഭൂമി വാങ്ങാമെന്ന് പറഞ്ഞ് വഞ്ചിച്ചതുകൊണ്ടാണ് താൻ അഡ്വാൻസ് തുക തിരികെ നൽകാതിരുന്നത്. നന്ദകുമാറിന് ഭൂമി മാത്രമേ നൽകൂ, ബാക്കി പണം നൽകി രജിസ്ട്രേഷൻ നടത്താം. എഗ്രിമെന്റ് എഴുതിയില്ല, ഇയാൾ വന്നതേ ഇല്ല. ഇയാൾ ഇടയ്ക്ക് വിളിച്ച് പറയുകയാണ്, എനിക്ക് എൻ്റെ 10 ലക്ഷം വേണം. അപ്പം ഞാൻ എന്താ അയാളോട് പറയുന്നത്, നിങ്ങളുടെ 10 ലക്ഷം നിങ്ങൾ ഈ ഭൂമിയാണ് വാങ്ങാനായിട്ട് തീരുമാനമെടുത്തത്. ഇയാൾ എന്നോട് പറഞ്ഞിട്ടുള്ളതും ആധാരം എഴുത്തുകാരൻ രഘു വടക്കാഞ്ചേരി, രഘുവിനെ കാറിൽ കയറ്റി കൊണ്ടുവന്നു. ഈ സ്ഥലം ഇയാൾക്ക് ഇഷ്ടപ്പെട്ടു, ഇത് നാളെ രജിസ്റ്റർ ആക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. അപ്പം നാളെ രജിസ്റ്റർ ആക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ദല്ലാളിന് ഭൂമി നമ്മളാരും ഏറ്റുകൊണ്ട് പോയിട്ടില്ലല്ലോ, ഭൂമി അവിടെ ഉണ്ടല്ലോ, മാധ്യമ സുഹൃത്തുക്കളും ഇവിടെ ഉണ്ടല്ലോ. ദല്ലാളിന് ഭൂമി മാത്രമേ ശോഭാ സുരേന്ദ്രൻ കൊടുക്കൂ. ദല്ലാൾ എന്ന് പറയുന്നവന് എനിക്കൊരു അത്യാവശ്യം വന്ന ഘട്ടത്തിൽ എന്നെ ചതിക്കാനായി എന്തെങ്കിലും പ്രവൃത്തി നടത്തി മാധ്യമ സുഹൃത്തുക്കളോടല്ല തമ്പുരാനെ അറിയിച്ചാൽ പോലും ദല്ലാൾ എന്ന് പറയുന്ന വ്യക്തിക്ക് എൻ്റെ ഭൂമി തന്നെ ദല്ലാൾ വാങ്ങിയിരിക്കണം. കാരണം ശോഭാ സുരേന്ദ്രന് ഇപ്പോൾ 1 കൊല്ലത്തിന് ശേഷം ഡേറ്റ് ഉണ്ടല്ലോ, SBI-യിലേക്ക് പണം വന്ന ഡേറ്റ് അയാൾ പറയുന്നുണ്ടല്ലോ. ആ 1 കൊല്ലം എന്താണ് ഇയാൾ മിണ്ടാതിരുന്നത്? ജനം, ആലപ്പുഴ.